പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അനുഗ്രഹങ്ങളെയും നന്മകളെയും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായിട്ട് തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. മോർണിംഗ് മന്നായിലേക്ക് ഈ സന്ദേശം കേൾക്കാനായിട്ട് കടന്നു വന്ന എല്ലാ മാന്യ സ്നേഹിതരെ ക്രിസ്തുവിൽ ഒരു പ്രാവശ്യം കൂടെ വന്ദനം ചെല്ലുന്നു. പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ഇന്നു മുതൽ ഒരു പുതിയ വിഷയം നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ആ വിഷയം ഇതാണ്: അഭിഷേകം നുകത്തെ തകർക്കും. അഭിഷേകം നുകത്തെ തകർക്കും. വാക്യം വായിക്കുന്നു, യെശയ്യാ പ്രവചനം 10-ാം അധ്യായം 27-ാമത്തെ വാക്യം. അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും, പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. എൻ്റെ കയ്യിലൊരു പുതിയ മലയാളം ബൈബിളിൻ്റെ ഒരു വേർഷനുണ്ട്. അതിനകത്ത് എഴുതിയേക്കുവാണ്, ദൈവത്തിൻ്റെ കരുത്തിനാൽ നുകം തകർന്നു പോകും. നുകം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയത്തില്ല. ഒരു തടിക്കഷ്ണം എടുത്ത് കഴുത്തേലോട്ട് അങ്ങോട്ട് വെക്കും, പിന്നെ ഒരു കെട്ടങ്ങോട്ട് കെട്ടും, പിന്നെ അതിന് ചലിക്കാൻ പറ്റത്തില്ല, പിന്നെ അതിന് അനങ്ങാൻ പറ്റത്തില്ല. ആ വയൽ, ആ കണ്ടം പൂട്ടി ഉഴവുന്നത് വരെ എന്തു ചെയ്യും? ആ ഒരു അനുഭവത്തിലായിരിക്കും. പിന്നെ അതിനെ ഒന്ന് അഴിച്ച് വെക്കുന്ന സമയത്ത് നിവരുന്നൊരു അനുഭവമുണ്ട്. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പിശാച് വെച്ചിരിക്കുന്ന ചില നുകങ്ങളുണ്ട്. നീ ഉയരരുത്, നീ അനുഗ്രഹിക്കപ്പെടരുത്, ഈ വിഷയത്തിനകത്ത് നീ മരണം വരെ കുടുങ്ങിക്കിടന്നോണം. ആമേൻ, 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 ആമേൻ. ശ്രദ്ധിക്കേണ്ട വിഷയത്തിലേക്ക് ശ്രദ്ധ പോകരുത്. ദൈവദാസന്മാരുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് മെസ്സേജുകൾ പ്രാപിക്കാൻ കഴിയുന്നതിന് പകരം, ദൈവസനിൽ നിന്ന് വചനശക്തി ഏറ്റെടുക്കാൻ കഴിയുന്നതിന് പകരം ചർച്ചിനകത്തെ മിനിസ്ട്രിയിലെ ചില വിഷയങ്ങൾക്കകത്തേക്ക് ഫോക്കസ് ചെയ്ത് ആമേൻ, 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 ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുത്തി കളയാൻ വെല്ലുവിളിക്കുന്നൊരു നുകമുണ്ട്. ഇന്ന് ദൈവം അത് പൊട്ടിക്കും. വിശ്വസിക്കാമോ ഈ ദൈവശബ്ദം? അഭിഷേകം നുകത്തെ തകർക്കും. കേട്ടോ, അഭിഷേകം നുകത്തെ തകർക്കും. രണ്ട് രീതിയിലാണ് നുകം തകരുന്നത്. ഒന്ന് അഭിഷേകത്താൽ, രണ്ട് ഉപവാസത്താൽ. യെശയ്യാവ് 58 വാക്യമുണ്ട്, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. ആമേൻ. ഉപവസിക്കാൻ ദൈവം നിങ്ങൾക്ക് നിയോഗം തരുന്നെങ്കിൽ നിങ്ങളത് ഏറ്റെടുത്തോണം. കേട്ടോ, ദൈവനിയോഗത്തോടുള്ള ഉപവാസം. അപ്പോൾ തന്നെ സഭയായിട്ടൊക്കെ നിങ്ങൾക്ക് ഉപവസിക്കാനായിട്ട് അഭിഷേകത്തിനൊരു നിയോഗത്തോടെ പറയുമ്പോൾ അതിൽ കയറിക്കോണം. കാരണം ദൈവസഭയുടെ ഷെക്കേനയ്ക്കകത്ത്, ആ ഷെൽട്ടറിനകത്ത് ഒരു വിടുതലുണ്ട്. രണ്ട് കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത്. ആമേൻ, ആമേൻ, ആമേൻ. നുകത്തെ തകർക്കുന്ന അഭിഷേകം, അമിക്കയറുകളെ അടിക്കുന്ന ഉപവാസം. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ ആഴമേറിയ വചന ചിന്തകൾ നമ്മൾ ചിന്തിക്കും. ഏതൊക്കെ മേഖലകളിൽ പിശാച് നുകം കൊണ്ടുവന്നിടുന്നു, ഏതൊക്കെ മേഖലകളിൽ നിന്ന് ദൈവം നമ്മളെ എങ്ങനെയൊക്കെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഇന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അഭിഷേകം നുകത്തെ തകർക്കും. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഓരോരുത്തരും ആത്മീക കാര്യങ്ങളോട് വ്യത്യസ്തമായ രീതിയിലാണ് സമീപിക്കുന്നത്. ഞാൻ ശുശ്രൂഷ കണ്ടിട്ടുണ്ട്. ആമേൻ. ഒരു വ്യക്തിയുടെ മേൽ ദൈവശക്തി ഇറങ്ങുമ്പോൾ തന്നെ തൊട്ടടുത്തിരിക്കുന്ന ആളിരുന്ന് ഉറങ്ങുന്നത്. എന്താ കാരണം? അത് ദൈവശക്തിയുടെ കുറവല്ല, അത് റിസീവ് ചെയ്യുന്നതിൻ്റെ കുറവാണ്. പ്രിയ ദൈവപൈതലേ, പരിശുദ്ധാത്മാവിനോട് ഞാൻ നിങ്ങൾ വിമുഖത കാണിക്കരുത്. അവനാലാണ് നമ്മൾ വീണ്ടെടുപ്പ് നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുന്നത്. ആ വാക്തത്വത്തിൻ്റെ പരിശുദ്ധാത്മാവാ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവമഹത്വത്തെ കൊണ്ടുവരുന്നത്. പഴയ നിയമത്തിലെ ശിംശോനെ നിങ്ങൾ നോക്കിയേ, പുതിയ കയറുകൊണ്ട് അവനെ ബന്ധിച്ച് ഒതുക്കി കളയാമെന്നൊക്കെ ശത്രു വാദിച്ചതാ. ആമേ. പക്ഷെ എന്തോ സംഭവിച്ചെന്നറിയാമോ? ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ ജീവിതം മാറി മറിയുന്ന ഒരു ദൈവപ്രവൃത്തി അവിടെ നടക്കുകയാണ്. കഴുതയുടെ താടിയെല്ലുകൊണ്ട് കുന്നൊന്ന്, കുന്ന് രണ്ടെന്ന് പറഞ്ഞ് ഫെലിസ്ത്യരെ പരാജയപ്പെടുത്തുക മാത്രമല്ല, വലിയൊരു ജയം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രയോജനപ്പെടുത്താൻ ഇടയായി തീർന്നു. നിങ്ങളുടെ മേൽ പകരപ്പെടുന്ന അഭിഷേകം നഷ്ടപ്പെട്ടു പോകരുത്, അത് കുറഞ്ഞു പോകരുത്. ദൈവസാന്നിധ്യം നഷ്ടപ്പെടുന്ന ഒരു മേഖലകളിൽ നമ്മൾ ഇൻവോൾവ് ആകരുത്. ആമേ. ദൈവസാന്നിധ്യം നഷ്ടപ്പെടുന്ന ഒരു മേഖലയിലും ഞാൻ നിങ്ങൾ പോകരുത്. കേട്ടോ, ദൈവകൃപ നഷ്ടപ്പെടുന്ന ഒരു മണ്ഡലത്തിലും ഞാൻ നിങ്ങൾ ചലിക്കരുത്. കേട്ടോ, അഭിഷേകം നുകത്തെ തകർക്കും. ഒരു കഴിവുമില്ലെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേലും നിങ്ങളുടെ മേലും ഉണ്ടോ, ദൈവകൃപ എൻ്റെ മേലും നിങ്ങളുടെ മേലും ഉണ്ടോ, എവിടൊക്കെ വേണമെങ്കിലും ഏതൊക്കെ മേഖലകളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല.
2 പദങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിച്ച് തുടങ്ങുന്നത്. അഭിഷേകം, നുകത്തെ തകർക്കും. ആ പദം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. വേഗത്തിൽ ഞാൻ നിർത്താൻ പോവാ. അവൻ്റെ ചുമട് നിന്റെ തോളിൽ ഉണ്ടോ? അവൻ്റെ ചുമട് നിന്റെ തോളിൽ, അവൻ്റെ നുകം നിന്റെ കഴുത്തിൽ. പിശാച് വെച്ചിരിക്കുന്ന ചില ചുമടുകളുണ്ട്. ഹല്ലേലൂയ. പലരും പറയുന്നുണ്ട്, പാസ്റ്ററെ ആ വിഷയം കാരണം എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, ആ വിഷയം കാരണം എനിക്ക് മുന്നോട്ട് ഒന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, എൻ്റെ ശരീരത്തിന്, എൻ്റെ മനസ്സിൻ്റെ ഒക്കെ ആ ബലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതെ, അതിനകത്ത് പുറത്തു വരാൻ ദൈവപൈതലെ ഒന്നിനെ കഴിയത്തുള്ളൂ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന്. അത് അധികമായിട്ട് ഈ മോർണിംഗ് മനായിലൂടെ നിങ്ങൾക്ക് ദൈവം തരാൻ പോവാം. പ്രാർത്ഥിച്ചു. നാളെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ദൂത് ദൈവം നമുക്ക് തരും. ഇന്നൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞതാണ്. അഭിഷേകം നുകത്തെ തകർക്കും, ഉപവാസം അമിക്കയറുകളെ അഴിക്കും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഇടപെട്ട നല്ല ദൈവശബ്ദത്തിനായി സ്തോത്രം. ആഴമേറിയ ഗഹനമായ ഒരു ചിന്ത ഞങ്ങൾക്ക് ഇന്ന് ഒത്ത് തരുന്നല്ല കർത്താവേ. അടുത്ത ദിവസങ്ങളും ആ ദൈവശബ്ദമായിട്ട് ബന്ധപ്പെട്ട് പ്രിയപ്പെട്ടവർക്ക് ബ്ലസ്സഡ് ആയിട്ടുള്ള അവരുടെ ലൈഫിനെ സ്വാധീനിക്കുന്ന ദൈവ സന്ദേശങ്ങൾ കൊടുക്കാൻ കൃപ നൽകണമേ. അഭിഷേകം നുകത്തെ തകർക്കുമെന്ന് പറയുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ മേലും ദൈവസാന്നി ഇപ്പോൾ ചലിക്കട്ടെ. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.